സരയൂ നദിയാൽ തഴുകപ്പെടുന്ന അയോധ്യ പോലെ കേരള മണ്ണിൽ പൂവിട്ട പുണ്യ സങ്കേതമാണ് തീവ്ര നദിക്കരയിൽ വിളങ്ങുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലാണ് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ആരംഭിക്കുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന രാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന വിഗ്രഹങ്ങൾ കലിയുഗത്തിൽ ദ്വാരകയെ കടലെടുത്തപ്പോൾ കടലിൽ അകപ്പെട്ടു. പിന്നീട് അവ മുക്കുവരുടെ കയ്യിലെത്തുന്നു. അവർ അത് നാടുവാഴിയായ വാക്കേൽ കൈമളിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അവയിൽ ശ്രീരാമനെ തൃപ്രയാറും, ഭരതനെ കൂടൽമാണിക്യത്തും, ലക്ഷ്മണനെ തിരുമൂഴിക്കുളത്തും, ശത്രുഘ്നനെ ഭരതസ്വാമിയുടെ അരിയിൽ പായമ്മലും പ്രതിഷ്ഠിച്ചു. ഈ പ്രതിഷ്ഠാനേരം ഒരു അശരീരി മുഴങ്ങുകയും ദിവ്യമായ ഒരു മയിൽപക്ഷി പറന്നിറങ്ങുന്നിടത്ത് വേണം വിഗ്രഹമെന്നും പറഞ്ഞു. എന്നാൽ പ്രതിഷ്ഠാ മുഹൂർത്ത സമയമായിട്ടും ആ മയിൽപക്ഷി വന്നില്ലെന്നും പിന്നീട് ഇപ്പോഴുള്ള സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിയെന്നും പറയപ്പെടുന്നു. എന്നാൽ പ്രതിഷ്ഠയ്ക്കു ശേഷം മയൂരം പറന്നിറങ്ങി വിഗ്രഹത്തിന് മുന്നിലിരിക്കുന്നു. പ്രശ്നവിധിയാൽ അവിടെ വലിയ ബലിക്കൽ സ്ഥാപിക്കുവാൻ പറഞ്ഞു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആ വലിയ ബലിക്കല്ല് ഇളകിയെന്നും നാറാണത്ത് ഭ്രാന്തൻ വന്ന് അത് ഉറപ്പിച്ചെന്നും ഐതിഹ്യം. ചതുർബാഹു സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു രൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹം ഖരാസുരനെ വധിച്ച ശേഷമുള്ള ഉഗ്രരൂപത്തിലുള്ളതാണ്. കിഴക്ക് ദിക്കിലേക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രമുള്ളതെങ്കിലും പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ എത്തുന്നത്. അവിടെ അടഞ്ഞുകിടക്കുന്ന പടിഞ്ഞാറേ നട കാണാം. ഈ നടയ്ക്കുമുണ്ടൊരു ഐതിഹ്യം. ഒരിക്കൽ വില്ലുമംഗലം സ്വാമികൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭഗവാനെ തൊഴാൻ ഭൂദേവിയും ശ്രീദേവിയും ഈ നട വഴി അകത്ത് കടക്കുന്നത് കാണുകയും അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാനായി പടിഞ്ഞാറേ നട അടച്ചിടുകയും ചെയ്തു. രോഗശാന്തിക്കായുള്ള ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മീനൂട്ട്. ദേവന്റെ അഭിഷേകത്തിനായി വരുണദേവൻ ഗംഗയെ ഇവിടെ എത്തിച്ചെന്നും പിന്നീട് ഭക്തർക്ക് വരാനാകാത്ത വിധം ആ നദി കരകവിഞ്ഞപ്പോൾ ഭഗവാൻ അതിനെ വഴിതിരിച്ചു വിട്ടെന്നും അങ്ങനെ തിരിച്ചുവിട്ട ആർ പിന്നീട് തൃപ്രയാറായെന്നും പറയപ്പെടുന്നു. മറ്റൊരു വൈഷ്ണവ ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രധാന വഴിപാടാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വെടിവഴിപാട്. സീതാദേവിയെ അന്വേഷിച്ച് മടങ്ങി വന്ന ഹനുമാൻ സ്വാമി മൊഴിഞ്ഞ കണ്ടേന സീതയെ എന്ന വാക്കിനെ അനുസ്മരിച്ചാണ് ഈ വഴിപാട് നടത്തുന്നത്. കൊടിമരമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടത്തിയ ഉത്സവമില്ല. ഇവിടുത്തെ ഉത്സവങ്ങളിൽ പ്രധാനമാണ് ആറാട്ടുപുഴപ്പൂരം. ഈ ആറാട്ടുപുഴ പൂര സമയത്ത് അമരക്കാരനായി ഹനുമാനിരിക്കുന്ന തന്റെ സ്വന്തം പള്ളിയോടത്തിൽ ഭഗവാൻ തീവ്രാ നദി കടക്കുകയും അവിടുന്ന് ആനപ്പുറത്തേറി തിരിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാ നദിക്കരയിൽ വിളങ്ങുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഭക്തർക്കെന്നും അഭയസ്ഥാനമാണ്.